വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ ഓണം റിലീസായി എത്തിയ ചിത്രം പിന്നീട് അത് ഓണം വിന്നറായി മാറും. അതൊരു ഇൻഡസ്ട്രിയെ തന്നെ ഉറ്റുനോക്കുന്ന രീതിയിൽ സംസാര വിഷയമായി മാറും. 30 കോടി ബഡ്ജറ്റിൽ ഒരു ഹോളിവുഡ് ലെവൽ സൂപ്പർ വുമൺ മൂവി. അതെ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകയെ പറ്റിയാണ്. വെൽക്കം ടു റീടെക് മലയാളം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം സിനിമയുടെ ഒരു ബെഞ്ച് മാർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ലോക. ഡൊമിനിക് അരുണിന്റെ മുമ്പിറങ്ങിയ തരംഗം വലിയൊരു വിജയമായിട്ടില്ലെങ്കിൽ തന്നെയും ഈ ചിത്രത്തിലുള്ള പുള്ളിയുടെ ഒരു റേഞ്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കംബാക്ക് പോലെ. പിന്നെ DQ ആണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. കല്യാണിയുടെ തന്നെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അത് തന്നെടാ, നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ പല ഇന്റർവ്യൂലും പലരും പറഞ്ഞായിരുന്നു എന്തോ വനിതകൾക്ക് ഇവിടെ സ്പേസ് കിട്ടുന്നില്ല, അവർക്ക് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ പുറത്തടിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞ് തീരുന്ന സമയത്താണ് ഇനി ഒരു സാധനം റിലീസ് ചെയ്യുന്നത്. അത് കണക്ക് ഇതില് വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ കല്യാണി മുമ്പ് ഒരു ആക്ഷൻ പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മറ്റേ ജോജുവിന്റെ അടുത്ത് ഒരു കല്യാണിയെ കൊണ്ട് അന്ന് നമുക്ക് ചെറിയൊരു രീതിയിൽ കല്യാണിയുടെ ഒരു പെർഫോമൻസ് അതിൽ കാണാൻ പറ്റും. പക്ഷെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒട്ടനവധി ആക്ടേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്ന രീതിയിൽ, എല്ലാവരും കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒത്തിരി ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമിയോസ് തുടർന്ന് വരുന്നതിനകത്തും അവർക്കെല്ലാം നല്ല സ്പേസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അവര് പറഞ്ഞ ഏതാണ്ട് 5 പാർട്ടോളം ഉണ്ട്. അതിന്റെ എല്ലാം സ്റ്റോറി ഫിനിഷ്ഡ് ആണ്. ഇനി ഓരോന്ന് ചെയ്ത് വെച്ചാൽ മതി, ഓരോ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഈ കാസ്റ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ കാസ്റ്റിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മള് ഈ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ വന്നത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞ 2 ആക്ടേഴ്സിനെ അവർ റിവീൽ ചെയ്തായിരുന്നു, ബേസിലും പാർവതിയും. അപ്പം എന്നാൽ നമുക്ക് ഇവരുടെ പെർഫോമൻസ്, നെസ്ലിന്റെയും അതുപോലെ കല്യാണിയുടെയും പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തോന്നുന്നില്ല മറ്റവരാണ് നല്ലത് അല്ലെങ്കിൽ അവര് മതി, അങ്ങനെ നമുക്ക് തോന്നിപ്പിക്കുന്നതില്ല, റീപ്ലേസ് ചെയ്യാൻ തോന്നിപ്പിക്കില്ല. അത്രത്തോളം മികച്ച രീതിയിലാണ് അവരത് പെർഫോമൻസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് മികച്ചതാണ്. പിന്നെ ടോവിനോ വരുന്നു, ദുൽഖർ വരുന്നു, പിന്നെ ഇപ്പൊ മൂത്തോനെ മമ്മൂട്ടി അവര് തന്നെ റിവീൽ ചെയ്തു. അപ്പം മമ്മൂട്ടിയൊക്കെ ആ രീതിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ടോപ്പായിട്ട് പുള്ളിയെ കൊണ്ടുവരുമ്പോൾ അതൊരു വലിയ ഒരു ഓറ ഉള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി വരുന്നു. കൂടാതെ ദുൽഖറും മമ്മൂട്ടിയായിട്ട് ഒന്നിക്കുന്ന ഇതിനു മുമ്പ് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് അവരെ രണ്ടുപേരും ഒരു സ്ക്രീനിൽ കാണണം. പക്ഷെ അത് ഇന്നേരെ നടന്നിട്ടില്ല. അത് ഇതിലൂടെ വരുവാണെങ്കിൽ അതൊരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത്. ഈ ലോക മലയാള സിനിമയുടെ ചരിത്ര താളുകളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു ചിത്രമായിട്ടാണ് നമുക്കൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവര് 5ഓളം സിനിമകളായിട്ട് ഇത് ഇറക്കാൻ പോകുന്നു. അതിൽ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ഇത്രത്തോളം ഇമ്പാക്ട്, അപ്പം ഇപ്പൊ ഈ സിനിമയ്ക്ക് ഇപ്പം 200 കോടിയോളം കളക്ഷൻ കിട്ടുന്നത്. ഇപ്പം പുറത്ത് ഈ സിനിമയെ കുറിച്ച് തിയേറ്ററിന്റെ എണ്ണം കൂട്ടുന്നു. അപ്പം ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് ഇതിലും ബഡ്ജറ്റ് കൂടും, കൂടും, കളക്ഷൻസ് ഇതിലും കൂടുതലാവും. അപ്പം 5ഓളം സിനിമയുണ്ട്. അത്രത്തോളം എന്ന് വെച്ചാൽ ഇതൊരു ബിഗ് സ്കെയിലായി മാറിക്കഴിഞ്ഞു. പുള്ളി മറ്റേ ദുൽഖർ ഇതിന്റെ ഇതിന് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇതിന്റെ സെക്കൻഡിന് വേണ്ടി ചിലവഴിക്കണം. അതും വലിയ സ്കെയിലോട്ട് അത് മാറും. പിന്നെ ഈ ഇപ്പം സെക്കൻഡ് അതേ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ചാത്തന്മാർ വരുമെന്നും പറഞ്ഞ്. ഈ സിനിമയില് ചാത്തനായിട്ട് എഴുതാൻ പോകുന്നത് ടോവിനോയാണ്. ഡെയിലൻഡില് തന്നെ മറ്റേ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പുള്ളിയെടുത്ത് ചോദിക്കുന്നത് ഇതില് തന്നെ പോലെ ഉണ്ടല്ലോ മറ്റേത് ഞങ്ങൾ ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ, ഇത്ര സഹോദരന്മാരുണ്ട്. അത് ഈ ചാത്തൻ എന്ന് പറയുന്ന സംഭവം എപ്പോഴും മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പൊ മാജിക് നമ്മൾ പണ്ട് കണ്ട കുട്ടിച്ചാത്തൻ സിനിമ ആയാൽ തന്നെ എല്ലാം ഒരു മാജിക് എപ്പോഴും ഒരു ഇതാണ്. അതിനകത്ത് പുള്ളി ഇത് എന്തോ ഒരു കൗതുകം പോലെ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ ചാത്തൻ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ സെക്കൻഡ് വരുമ്പോഴത്തേക്ക് ചിലപ്പം ഒന്നിലധികം ടോവിനോസ് ചിലപ്പോൾ ചിത്രത്തിൽ കാണാൻ സാധ്യതയാണ്. കാരണം പല ഇതിലായിട്ട് വരുന്ന പുള്ളിയുടെ തന്നെ ഇത്. കാരണം പുള്ളിയുടെ ആ ഒരു പഴയ ഇത് കാണിക്കുന്ന അതിൽ തന്നെയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സെക്കൻഡിൽ അതും പിന്നെ ഈ മറ്റു ക്യാരക്ടേഴ്സും ചിലപ്പോ പുതിയ കുറച്ച് ക്യാരക്ടേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദുൽഖറിനെ കുറച്ച് ഇതിനകത്ത് ഇപ്പൊ പുള്ളി കൊണ്ടുവരുന്ന ഒരു ഒഡിയൻ എന്ന രീതിയിൽ വെച്ചേക്കുന്ന പോലെ പുള്ളിയുടെ മാത്രമായിട്ട് സ്പിൻ ഓഫ്. ഇതിനകത്ത് ഇപ്പം നീലിയുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നീലി എന്ന് പറഞ്ഞൊരു പ്രേതം പേടിയും ഇനി കാണുന്ന പുള്ളി ഒരു സൂപ്പർ വുമൺ നീലിയാണ് കാണുന്നത്. അത് ആ ഒരു ചിന്ത, ആ ഒരു തോട്ട്, അത് വളരെ വലിയൊരു സംഭവം. അത് അവരെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ അവരുടെ ഒരു
മാസ്റ്റർ പ്ലാൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് മുതലേ നമ്മൾ കേട്ടിരിക്കുന്ന കഥകളിലെല്ലാം നമ്മൾ നീലിയെ കുറിച്ച് പേടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പണ്ട് കത്തനാര് കാണുമ്പോൾ തന്നെയായാലും നമുക്കൊരു പേടിയുണ്ട്. നീലിയുടെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എക്സിയുടെ അതൊക്കെ വരുമ്പോഴത്തേക്കാണ്. പക്ഷെ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ചന്ദ്രയ്ക്ക് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്രത്തോളം ഇഷ്ടം തോന്നുന്നു എക്സിയോട് നമുക്ക്. സാൻഡി മാസ്റ്റർ ഫുൾ ഇപ്പം ട്രാക്ക് മാറ്റിയിരിക്കുകയെന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ആ ഒരു ഇതിൽ നിന്ന് മാറി ഇപ്പൊ അഭിനയത്തിലോട്ട്. പുള്ളിയുടെ ഒരു പീക്ക് വില്ലൻ എന്നൊക്കെ പറയുന്ന സൈക്കോ. അതുപോലെ തന്നെ ഇതിനകത്തും ഒരു എന്താ പറയുന്ന ഒരു സൈക്കോ, ഒരു മൈൻഡ് വേറുള്ള ഒരു പോലീസുകാരൻ പെട്ടെന്ന് വൈറസ് കിട്ടുന്നു, ലോകം പിടിച്ചടക്കണമെന്നുള്ള രീതിയിൽ വരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര മികച്ചൊരു അടിപൊളി രീതിയാണ്. പുള്ളി ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഇപ്പം അഴിഞ്ഞു വരാൻ പോകുന്ന ബബ്ബയിലും അതിനകത്തും വില്ലനായിട്ട് തന്നെ, വില്ലനല്ല പോലീസാണ്. പോലീസ് നെഗറ്റീവ് റോൾ വന്നാൽ പുള്ളിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. പുള്ളി കംപ്ലീറ്റ് ഫുള്ള് ട്രാക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നെ ചന്തുവിന്റെ അടിപൊളി കഴിഞ്ഞ സിനിമകളിലൊന്നും പുള്ളിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കുറ്റപ്പെടുത്തൽ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സിനിമയിൽ പുള്ളി വളരെ മികച്ച രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ പഴയ സലീം കുമാറിന്റെ ടച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതില് തന്നെ പുള്ളി ചന്തു സലീം ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കാര്യമാണ്, മമ്മൂട്ടി സിനിമ ആദ്യം കണ്ടതിന് ശേഷം ആദ്യം വിളിച്ചിട്ട് പറഞ്ഞത് നീ MBBS പാസ്സായതാണ്. അപ്പൊ ചന്തുന് പെട്ടെന്ന് കത്തിയില്ല MBBS പാസ്സായത്. പിന്നെയാണ് മനസ്സിലായത് സിനിമയില് MBBS ആയതുകൊണ്ട്. അപ്പം മമ്മൂട്ടി വരെ പറഞ്ഞു കഴിഞ്ഞു ചന്തുവിന്റെ ആ ഒരു പെർഫോമൻസിനെ പറ്റി. പിന്നെ നെസ്ലിൻ അറിയാം, പ്രേമലിലൂടെ പുള്ളിയുടേതായ ഒരു ഇത് ഇവിടെ പീക്ക് റണ്ണിലാണ് പുള്ളി എന്ന് പറഞ്ഞാൽ. ഇറങ്ങുന്ന സിനിമയ്ക്ക് എല്ലാം അത്യാവശ്യം കളക്ഷൻ വരുന്നു, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ ജേണല് സെലക്ട് ചെയ്യുന്നതായാലും പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഇനി ഇതിലെ ലോക യൂണിവേഴ്സിറ്റി തന്നെ വരും സിനിമകളിലും പുള്ളിയുടെ ഇത് പ്രാധാന്യമാണ്. കാരണം നമുക്കറിയാം ഇതിനകത്ത് ബോയ് ഫ്രണ്ട് ആണ്. അപ്പം ഇതിന് മുമ്പുള്ള പാസ്റ്റിലും പുള്ളിയുടെ രൂപസാദൃശ്യം ഉണ്ട്, മറ്റേ പറയുന്നുള്ള ആർമി മാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് പുള്ളി ഷൂട്ട് ചെയ്യുന്ന സാധനം നമുക്കത് മിസ്ലിംഗ് ആവാത്തതിന്റെ കാരണം ആ ഒരു സംഭവം പറഞ്ഞു വെച്ചേക്കുന്നതാണ്. കാരണം കല്യാണി ഇതിനകത്ത് ഇത്ര നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്നതാണ്. മേ ബി ഈ ഒരു ജന്മത്തിൽ പുള്ളിക്ക് ആ ഒരു പവർ പോലെ നെസ്ലിനും വരാം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മിസ്ലിംഗ് ആവത്തില്ല. പിന്നെ അതിനകത്ത് പറയാനാണെങ്കിൽ കത്തനാര് നമ്മള് കേട്ടു വെച്ചിരിക്കുന്ന ചിന്തയിൽ നിന്ന് മാറിയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് നീലി പിടിക്കുന്നു, കത്തനാര് പൂട്ടുന്നു, മറ്റേ ആന അടിച്ചു വെക്കുന്നു, പോകുന്നു. ആ ഒരു ഇതിൽ നിന്ന് നീലിയെ രക്ഷിക്കാനായിട്ടാണ് കത്തനാര് വരുന്നത്. കാരണം അവിടുന്ന് രക്ഷിച്ച് നീലിയെ ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് തന്നെ സഹായിക്കാൻ ഒരു ഫ്രണ്ടിനെ പോലെ കാണുന്നു, സഹായിക്കുന്നു. ആ ഒരു മൈൻഡിലാണ് പോകുന്നത്. സണ്ണി വെയിനെ ആ ഒരു കത്തനാരിന്റെ രൂപത്തിൽ കാണാനും അത്യാവശ്യം നമുക്ക് ആ ഒരു ഫീല്, ഒരു ഓറ ഉണ്ട് പുള്ളിക്ക്. ശാന്തി ബാലകൃഷ്ണനാണ് ഇതിന്റെ പുള്ളിക്കാരി ഈ സിനിമയിലും ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരാ എന്താന്നൊന്നും റിവീൽ ചെയ്തിട്ടില്ല. അത് അങ്ങനെ റിവീൽ ചെയ്യാത്ത ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. ആഹാനുണ്ട്, പിന്നെ സൗബിനുണ്ട്, പിന്നെ മറ്റേ ബാലു ഉണ്ട്. അവരെല്ലാം സെക്കൻഡിൽ വരും. സെക്കൻഡിൽ മേ ബി എന്താ ചാത്തനെ കൂടാതെ നീലിക്കും പ്രാധാന്യം കാണുമായിരിക്കും. മറ്റു ക്യാരക്ടേഴ്സ് ഇപ്പം നമ്മുടെ ദുൽഖറും എല്ലാം അതിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയ വേണമെങ്കിൽ ഇനി റിവീൽ ചെയ്യാതിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് കാണും. അപ്പൊ അതെല്ലാം മറ്റേ ഒരു എന്തുവാ കഥാ ബേസ് തന്നെ നമ്മൾ പറഞ്ഞില്ല, മറ്റേ ഇസ്താർ അങ്ങനെയുള്ള മറ്റൊരു രാജ്ഞിയായിട്ട് മൂത്തോൻ ഇതായിട്ട് മൂത്തോനാണ് ഇവരെല്ലാം സംരക്ഷിക്കുന്നത്. അപ്പൊ ഇസ്താർ ആണ് ഫസ്റ്റില് കല്യാണി, നമ്മളാ തുടക്കം ഇൻട്രോ ആണെന്നതിനകത്ത് കല്യാണം പിടിക്കാനായിട്ട് വരുന്ന ആ ഒരു സംഭവം. അപ്പം അവരിൽ നിന്ന് തിരിച്ച് നീലി ഇവിടെ കൊണ്ടുവന്നത്. സത്യത്തിൽ ഇസ്താറിന്റെ പവറാണ് നീലിക്ക്. പക്ഷെ നീലി ഇതിനകത്ത് പോസിറ്റീവ് സൈഡാണ്, ഇസ്താർ നെഗറ്റീവ് സൈഡാണ്. അപ്പൊ ഈ മൂത്തോൻ ഇവരെല്ലാം സംരക്ഷിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആർമിയെ ബിൽഡ് ചെയ്യുകയാണ്. അപ്പൊ ഇനി വരുന്ന ഇസ്താറിന്റെ ഗ്യാങ്ങുമായിട്ട് ഫൈറ്റ് ആവുമ്പോൾ ഇവരായിരിക്കും. അപ്പം 5ാമത്തെ പാർട്ടിലാണ് ആ ഫൈറ്റ് അല്ലെങ്കിൽ മൂത്തോന്റെ എൻട്രി എങ്കിൽ അതൊരു വലിയ ഒരു സംഭവമായിരിക്കും. ദുൽഖർ കാണും കൂടെ, അപ്പം മമ്മൂട്ടിയുടെ കൂടെ ഇത്ര ആൾക്കാർ ടൊവിനോ കാണും. ഇത്ര ആൾക്കാർ കാണുമ്പോൾ ഒരു സിവിൽ വാർ ഒക്കെ പോലെ വന്നൊരു സാധനം നമുക്ക് പ്രതീക്ഷിക്കും. ലാസ്റ്റ് ഒരു എൻഡ് ഗെയിം കണക്ക് അത്രയും ഒരു കിടിലമായിരിക്കും അത്. എനിക്കും കാണുന്നുള്ളതെന്ന് പറഞ്ഞാൽ ദുൽഖർ മമ്മൂട്ടി ആ ഒരു ഫേസ് ഓഫ് ഉണ്ടല്ലോ, ഒരു സ്ക്രീനിൽ രണ്ടുപേരും. മൂത്തോനെ ഇതിനകത്ത് ഓൾറെഡി മമ്മൂട്ടി ഒരു ഓറുണ്ട്. മമ്മൂട്ടി അങ്ങനെയൊക്കെ കൊണ്ടുവച്ച ആർക്കും ഇല്ല. കാരണം നമ്മൾ തന്നെ ആ ഒരു കൈയും ആ ഒരു വോയിസും കൊണ്ട് കൈയടി നമ്മൾ കണ്ടതാണ്. ആ ഒരു ഇത് പുള്ളി ഒരു ഫേസ് ഓഫിൽ പുള്ളി വന്ന് നിൽക്കുമ്പോൾ കൂടെ ദുൽഖറും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇമ്പാക്ട് ആയിരിക്കും. പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പാൻ ഇന്ത്യൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ലോകയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഇടയ്ക്ക് ഇറങ്ങിയ പാൻ ഇന്ത്യൻ സിനിമകളിലെല്ലാം പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള നടന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടാണ് പാൻ ഇന്ത്യ എന്നും പറഞ്ഞ് പാൻ ഇന്ത്യ റിലീസ് ചെയ്യിപ്പിച്ചത്. പക്ഷെ നമ്മുടെ ലോകയില് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ വെച്ച് അഭിനയിപ്പിച്ചിട്ട്
പാൻ ഇന്ത്യ മൊത്തം അങ്ങ് ഈ പടം ഇറക്കി. ആ സിനിമയുടെ ക്വാളിറ്റിയാണ് റീച്ച് ആവുന്നത്, അല്ലാതെ ആക്ടേഴ്സ് അങ്ങനെ കൊണ്ടുവന്ന് റീച്ച് ആകുമല്ല, മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് റീച്ച് ആവുന്നത്. അതും പടം ഇറങ്ങി ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് DQ ടീമും എല്ലാം കൂടെ പുറത്തോട്ട് പ്രൊമോഷൻ, ഇവിടെ പ്രൊമോഷൻ ചെയ്തില്ല, പുറത്തോട്ട്. പിന്നെ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ്, ഇവിടെ കണ്ടന്റ് ഉണ്ട്, ഇവിടെ ഓക്കെ ആണ്, ഇനി റീച്ച് ആവുകയാണെങ്കിൽ പുറത്തോട്ട് പബ്ലിസിറ്റി ചെയ്താൽ മതി, അതായിരിക്കാം അവരുടെ മൈൻഡ്. ഇതിൽ കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഷിബിൻ എസ് രാഘവ്. പുള്ളിയാണ് ഇതിനകത്ത് ഒരു ഡയലോഗ് ഇല്ല, ആക്ഷൻ ഇല്ല, ഒന്നുമില്ല, ഒരൊറ്റ ഇരുത്ത കൊണ്ടാണ് പുള്ളി എല്ലാരും ചിരിപ്പിക്കുന്നത്. അത് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയപ്പോ നാഗാശ്വൻ, അതായത് കൽക്കിയുടെ സംവിധായകൻ എടുത്തു പറഞ്ഞു പുള്ളിയാണ് എനിക്ക് അതില് ഇതായിട്ട് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഒന്നുമില്ല, സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യില്ല, ആകെ 2-3 സീൻ, ആ 2-3 സീനിൽ എക്സ്പ്രഷനും ഒക്കെ ഇട്ടാണ് പുള്ളി ഇത് കടക്കുന്നു, ഇരിക്കുന്നു, അടിച്ച് കിളി പറന്നിരിക്കുന്ന ഒരു സാധനം. അത് കൊള്ളായിരുന്നു, ഭയങ്കര നമുക്ക് പെട്ടെന്ന് ചിരി വരുന്ന നല്ലൊരു റോളായിരുന്നു. ഈ ഒരു സൂപ്പർ ഹീറോ സിനിമയ്ക്ക് ഇത്രയും ഇമ്പാക്ട് കിട്ടില്ല നമുക്ക്. പക്ഷെ എനിക്ക് അന്നേരം ഏറ്റവും വലിയ മിസ്സായിട്ട് തോന്നിയത് മിന്നൽ മുരളിയാണ്. കാരണം നമ്മളെ ഫസ്റ്റ് സൂപ്പർ ഹീറോ മൂവിയാണ് മിന്നൽ മുരളി. അത് തിയേറ്ററിലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ, അല്ലെങ്കിൽ ഇത്രത്തോളം ഇമ്പാക്ട് നമുക്ക് അന്നേ കിട്ടിയാണ്. എന്തോ അതൊരു OTT റിലീസ് ഇറങ്ങിയപ്പം നമുക്ക് ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇമ്പാക്ട്, മേ ബി അത് ഇനി കളക്ഷന്റെ കാര്യമല്ല, എന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് അതാ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം ടോവിനോ നമുക്കൊരു സൂപ്പർ ഹീറോ മൂവിക്ക് എന്തുകൊണ്ടും ആപ്റ്റ് ആയ ഒരു നടനാണ് ടോവിനോ. ഫിസിക്കും ഉണ്ടായാലും എന്തുണ്ടായാലും ബാക്കിയും ഓക്കെയാണ്, പുള്ളി നല്ലൊരു ആക്ടറാണ്, അല്ലെന്നല്ല. പക്ഷെ നമുക്ക് സൂപ്പർ ഹീറോ മൂവിക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആപ്റ്റ് ആയ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇതിനകത്ത് ചാത്തനായിട്ട് കൊണ്ടുവരുന്നതിലും കുഴപ്പമില്ല. അടുത്തതിൽ പുള്ളിയെ കൊണ്ട് കാണിക്കാൻ ഇഷ്ടം പോലെ സാധനം കാണും, ഈ മറ്റേ മാനിപ്പുലേഷൻ പോലെയും അങ്ങനെയുള്ള കുറെ പരിപാടിയൊക്കെ കാണും. ഈ മിന്നൽ മുരളി അന്ന് OTT ആയിരുന്നെങ്കിൽ തന്നെ ഇന്ത്യ മൊത്തം പ്രൊമോഷൻ ഒക്കെ ചെയ്ത്, നെറ്റ്ഫ്ലിക്സ് മറ്റേ ഇന്ത്യ മൊത്തം പ്രൊമോഷൻ ചെയ്ത് അങ്ങനെ കുറെ അവരൊക്കെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചത്. സിനിമ അതിന്റെ ഒരു പീക്കിലോട്ട് എത്തിച്ചതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക് ആണ്. ജെക്സ് ബിജോയ് ചെയ്തിരിക്കുന്ന മ്യൂസിക് പുള്ളിയുടെ തന്നെ ഒരു ലക്കി ഇയർ ആയിട്ട് മാറി ഈ 2025 എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ VFX ടീമിനെ പറ്റി ഓൾറെഡി നേരത്തെ നമ്മൾ തന്നെ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരു രണ്ട് VFX കമ്പനികൾ ചേർന്ന് ഒരു രണ്ടുപേരും കൂടെ കൊളാബ് ചെയ്തുകൊണ്ട് ഇതിനെ വർക്ക് ചെയ്യുന്നു. നമ്മൾ മുമ്പും അതിൽ പറയുന്നതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൽ പലരും ഡിമാൻഡ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള VFX കമ്പനികൾക്ക് വർക്ക് കൊടുക്കാന്നാണ്. ഈ നമ്മുടെ ഇപ്പം കൊളാബ് ചെയ്തിരിക്കുന്ന VFX കമ്പനികൾ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്കിവിടെ നല്ല സംഭവം ചെയ്യാനുണ്ട്, ഇവിടെ തന്നെ സെറ്റ് ഇട്ട് ഇവിടെ തന്നെ VFX ചെയ്യാൻ പറ്റിയ കമ്പനികൾ നമുക്ക് തന്നെ ഇവിടെ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു പ്രൊഡക്ഷൻ അവരിൽ ഒരു വിശ്വാസം കൊടുത്തു, അവരത് അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു. നമ്മൾ ഹോളിവുഡും ബോളിവുഡിലും മാത്രം കാണുന്ന പല സീക്വൻസും സീൻസും എല്ലാം ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവരിനിയും ബിൽഡായിട്ട് വരണം. ഇനി നമുക്ക് ഇതേപോലെയുള്ള സൂപ്പർ ഹീറോ സിനിമകൾ വരണം. ഇതിന്റെ ബാക്കിക്ക് വെയിറ്റിംഗ് ആണ്. മൂത്തോന്റെ എൻട്രി കാണണം, അതുപോലെ എന്തുവാ ഇനി ആ ചാത്തന്റെ ഇത് കാണണം. ഇനി ആരൊക്കെ ഇതിനകത്ത് ഉണ്ടോ അവരെ എല്ലാം റിവീൽ ഇങ്ങനെ ആയിരിക്കും. ഇനി മലയാളത്തിലെ മറ്റു നടന്മാർ ആരൊക്കെ ഇതിലോട്ട് വരുമെന്നുള്ളത് നമുക്കറിയണം. ലോകയുടെ ബഡ്ജറ്റ് ഒരു ലക്കി നമ്പറിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.